الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്ര മുഹറമിന്റെ 9 പകലിൽ നോമ്പ് പിടിച്ചാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും ഖബൂൽ നൽകട്ടെ. ഈ ദിവസങ്ങളിലൊക്കെയുള്ള നന്മകളും ബറക്കത്തുകളും അല്ലാഹു നമ്മിലേക്ക് ഒഴുക്കി തരട്ടെ. മുഹറവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രവാചക ചരിത്രം ഓർമ്മിക്കുകയാണ് ഇന്ന് നമ്മൾ. അഗ്നി പരീക്ഷണം എന്നത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ച നേരിട്ട ഒരു പ്രവാചകർ, അവരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാ പ്രവാചകരുടെയും ദൗത്യം പോലെ ഇബ്രാഹിം അലൈഹിസ്സലാമും തൻ്റെ ദൗത്യ നിർവഹണവുമായി സധൈര്യം ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ പ്രചാരണം ആരംഭിച്ചപ്പോൾ ഭരണാധികാരി, ഏറ്റവും കഴിവും സ്വാധീനമുള്ള ഭരണാധികാരി, പക്ഷെ ആ ഭരണാധികാരിക്കോ അനുയായികൾക്കോ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതായി അത് മാറുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും നാട്ടുകാരും എല്ലാവരും മറുചേരിയിൽ നിന്ന് ഇബ്രാഹിം നബി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്തു. സത്യത്തിൻ്റെ സന്ദേശം നന്നായി വിളിച്ചു വിളംബരം ചെയ്തു. അതേ സമയത്ത് വിഗ്രഹാരാധനാ വിശ്വാസത്തിലെ അവിവേകങ്ങളും അല്ലെങ്കിൽ അതിലെ വിവരക്കേടുകളും അതിൻ്റെ ബുദ്ധിശൂന്യതയും അവർക്ക് ബോധ്യപ്പെടും വിധം സലക്ഷ്യം സമർത്ഥിച്ചു കൊടുത്തു. എന്നിട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ അത് ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഉത്തരം മുട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? ഇബ്രാഹിം നബിയെ ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. വാദിച്ച് ജയിക്കാൻ കഴിയുന്നില്ല, ആശയം കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല. പിന്നെയുള്ള മാർഗം എന്താ? അവസാനം ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ഉത്തരം മുട്ടുകയാണ്. ആ സമയത്ത് അവർ ചെയ്ത പരിപാടി ഇബ്രാഹിം നബിയെ ഇല്ലാതാക്കണം. അതിനെന്താണ് മാർഗം? അവർ കൂടിയാലോചന നടത്തിയപ്പോ ഒരു കൂട്ടർ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ അംബിയ. അതിൽ കാണാം, ഖാലൂ ഹർരിഖൂഹു വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. അവരുടെ അഭിപ്രായം പറഞ്ഞു, ഇബ്രാഹിം നബിയെ നമ്മൾ തീയിലിട്ട് കരിച്ചു കളയാം. ഇബ്രാഹിം നബിയെ തീയിലിട്ട് കരിച്ച് ഇല്ലാതെയാക്കി ഭസ്മം പോലെ ആക്കിയതിനു ശേഷം നമ്മുടെ ആരാധനാ വസ്തുവായ വിഗ്രഹങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇബ്രാഹിമിനെ കരിക്കാം, വിഗ്രഹാരാധനയെ നിലനിർത്തുകയും അതിനൊന്നുകൂടി ഊർജം നൽകുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടു. ആ അഭിപ്രായം ആ കൂടിയാലോചനയിൽ പാസ്സാക്കിയെടുത്തു. അതിനവർ ശ്രമം നടത്തി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു മുറിക്കകത്ത് അടച്ചു. മറ്റൊരു ഭാഗത്ത് ഇബ്രാഹിം നബിയെ കരിക്കാനുള്ള അഗ്നികുണ്ഡം, തീക്കുണ്ട് അവർ ഒരുക്കുകയാണ്. അത് വിശാലമായൊരു കുണ്ടാവണം. അതിൽ ധാരാളം വിറകുകൾ ശേഖരിക്കപ്പെടണം. അത് ഒന്നിച്ച് കത്തിക്കണം. അതിങ്ങനെ കത്തി എരിയുന്ന സമയത്ത് ഇബ്രാഹിമിനെ അതിൽ പിടിച്ചിടണം. ഒരു പാറ്റ തീയിൽ വന്ന് വീഴുന്ന ലാഘവത്തോടുകൂടി ഇബ്രാഹിം അതിലിട്ട് കരിയില്ലാതെയാവണം. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു മുറിക്കകത്ത് അടയ്ക്കുകയും മറ്റൊരു ഭാഗത്ത് വലിയ അഗ്നികുണ്ഡം തീർത്ത് അതിലേക്ക് വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളെ കൊണ്ടാണ് വിറക് ശേഖരിക്കുന്നത്. ആ നാട്ടിലെ അവസ്ഥ കാണുന്നുണ്ട്. ഖുർആന്റെ തഫ്സീറിൽ കാണുകയാണ്. ഈ ഖുർആൻ ഭാഗം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, അവിടുന്ന് പെണ്ണുങ്ങളൊക്കെ നേർച്ച നേരുമ്പോൾ, സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടല്ലോ നേർച്ച, അസുഖം വരുമ്പോൾ അസുഖം മാറാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കും. എന്നാൽ ഈ അന്ന് കാലത്ത് ഈ സ്ത്രീകളൊക്കെ അസുഖം ബാധിച്ചാൽ അവര് നേർച്ചയാക്കുന്ന ഒരു നേർച്ചവാചകം കൊടുത്തിട്ടുണ്ട്. എന്താ അറിയോ? എന്റെ അസുഖം ദയം തമ്പുരാൻ മാറ്റി തന്നാൽ ഇബ്രാഹിമിനെ കരിക്കാനുള്ള വിറക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നേർച്ച. എന്റെ സൂക്കേട് മാറ്റി തന്നാല്
ഇബ്രാഹിമിനെ കരിക്കാനുള്ള വിറക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് നേർച്ചയാക്കുക. എന്നിട്ട് ആ വിറകായിട്ട് വരിക. ഇതെല്ലാം ശേഖരിച്ചു, ഇതെല്ലാം ഒരുമിച്ചിട്ട് അതങ്ങട്ട് കത്തിക്കാൻ തുടങ്ങി. ആ തീ അങ്ങോട്ട് ആളിക്കത്തുമ്പോ അന്തരീക്ഷത്തിൽ പറക്കുന്ന പറവകൾ പോലും ഈ താഴെ കത്തിക്കുന്ന ചൂടിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞു വീണു പോകണം. അത്രയും ശക്തമായ തീ. അതിലേക്ക് നേർക്ക് ഒരാൾ അടുത്തേക്ക് പോകാൻ പറ്റൂല, അത്രയും കഠിനമായ ചൂടാണ്. എന്നിട്ട് അക്കാലത്ത് ഇബ്രാഹിമിനെ തീയിലിടാൻ വേണ്ടി ഒരു യന്ത്രം, ഒരു ഉപകരണം അവരുണ്ടാക്കിയെടുത്ത് തെറ്റ് വില്ല് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ അമ്പും വില്ലും എന്ന് കാണുന്നില്ല, ഇതിന് പോലെ ഒരു തെറ്റ് വില്ല് എന്ന് പറഞ്ഞാൽ ഈ അമ്പിൽ വില്ലിൽ നിന്ന് അമ്പ് തൊടുത്തു വിടുന്നത് പോലെ അതിന് സമാനമായിട്ടുള്ള ഒരു യന്ത്രം അവരുണ്ടാക്കി ഇബ്രാഹിമിനെ ഒരു തലക്ക് വെച്ചിട്ട് ആ യന്ത്രം ചലിപ്പിച്ചാൽ ഇബ്രാഹിമി പാറിപ്പോയിട്ട് അവിടെ വീടും, തീക്കുണ്ടിൽ വീടും. അങ്ങനെ ഒരു തെറ്റുവില്ല് ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് ഇബ്രാഹിം നബിനെ തൊടുത്തു വിടുകയാണ്. അങ്ങനെ ഖലീലുള്ളാഹി തീയിലേക്ക് പോകുമ്പോ ആ ചരിത്രം നീണ്ടതാണ്, ചുരുക്കി പറയാം. അങ്ങനെ ആകാശത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തല ഉയർത്തി. എന്തിനാ ആകാശത്തേക്ക് നോക്കുന്നത്? പ്രാർത്ഥനയുടെ ഖിബലയാണ് ആകാശം. നമ്മുടെ ദുആ ചെയ്യുമ്പോൾ ഈ ദുആയുടെ ഖിബല അതാണ് ആകാശം. പടച്ചവനോട് പറയാൻ ഏത് ഭാഗം? ആകാശം. നിസ്കാരത്തിന്റെ ഖിബലയുണ്ട്, ആ ഖിബല കഅബയാണ്. ദുആക്കൊരു ഖിബലയുണ്ട്, അതാണ് ആകാശം. ആ ആകാശത്തിലേക്ക് ഖലീലുള്ളാഹി തങ്ങൾ തല ഉയർത്തി എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, അല്ലാഹുമ്മ അൻതൽ വാഹിദു ഫിസ് സമാ വ അനൽ വാഹിദു ഫിൽ അർദ്. പടച്ചവനെ, മേലെ നീ ഒറ്റക്കാണ്, ഈ ഭൂമിയിൽ ഞാനും ഒറ്റക്കാണ്. ലൈസ ഫിൽ അർദി യഅ്ബുദുക ഗൈരി, ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു എല്ലാത്തിനും എല്ലാ അർത്ഥത്തിലും എല്ലാ കൊണ്ടും മതിയായവനാണ്, ഞാൻ അവനിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന ഹസ്ബുനല്ലാഹ്. നമ്മൾ പണ്ടൊക്കെ പറയുന്നുണ്ട്, ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ പറയാറുണ്ട്, എല്ലാ അംബിയാ മുർസലീങ്ങളും ചൊല്ലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് പറയാല്ലേ. ഇത്രയും പ്രതിസന്ധി ഘട്ടം, അത്യാസന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിലും ഖലീലുള്ളാഹി ഉപയോഗിച്ച മന്ത്രം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്നാണ്. പടച്ചോനെ, ആകാശത്ത് നീ ഒറ്റക്കാണ്, ഭൂമിയിൽ ഞാനും ഒറ്റക്കാണ്, നിന്നെ ആരാധിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു എല്ലാം കൊണ്ടും എല്ലാത്തിലും മതിയായവനാണ്, ഏറ്റവും നല്ല ഭരമേൽപ്പിക്കാൻ പറ്റിയ ആളും അവനാണ് എന്ന് പറഞ്ഞ് ഖലീലുള്ളാഹി തങ്ങൾ തല താഴ്ത്തി. എന്നിട്ടാണ് ഈ വില്ലിലൂടെ തീയിൽ പോയി വീഴുന്നത്. ഫനാദാഹാ, ആ സമയത്താണ് പടച്ച റബ്ബ് വിളിയാളം ചെയ്യുന്നത്, വിളിക്കുന്നത്. ഫഖാല യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. പരിശുദ്ധ ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമാ, നമ്മൾ പറഞ്ഞു, ഓ അഗ്നിയേ, കൂനി ബർദ, നീ തണുപ്പാവണം. നിന്റെ പ്രകൃതി ചൂടാണ്, പക്ഷെ ആ പ്രകൃതി ചൂട് എന്നുള്ളത് ഞാൻ നൽകിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ നീ കൂളാവണം. വസലാമൻ, ആ തണുപ്പാണെങ്കിൽ മാത്രം പോരാ, തണുപ്പ് ഓവറായും ആളുകൾ മരിച്ചു പോകുമല്ലോ, അതും ഉണ്ടാകരുത്. സലാമാ, ഇബ്രാഹിം നബീന് സുരക്ഷയായി മാറണം, ഇബ്രാഹിം നബിക്ക് രക്ഷയായി മാറണം. അലാ ഇബ്രാഹീനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, ഈ തണുപ്പും രക്ഷയുമാകണം ഇബ്രാഹീമിന്. വഅറാദൂ ബിഹി കൈദാ, അവർ ഇബ്രാഹീമിനെ കൊണ്ട് കുതന്ത്രം പണിയുകയായിരുന്നു. ഫജഅൽനാഹുൽ അഖ്സരീൻ, അവരെ നമ്മൾ പരാജയപ്പെടുത്തി. ഖുർആൻ പറയാണ്, ഇബ്രാഹിം നബിയെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ കുതന്ത്രം മെനഞ്ഞു. ഫജഅൽനാഹുൽ അഖ്സരീൻ, ഏറ്റവും പരാജയപ്പെട്ട ആളുകളാക്കി മാറ്റി അവരെ നാം. അങ്ങനെ ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിൽ കിടന്നു. മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞു.
പക്ഷെ തന്റെ രോമം പോലും കരിഞ്ഞിട്ടില്ല, തന്റെ വസ്ത്രം പോലും കരിഞ്ഞിട്ടില്ല. ആ നിലക്ക് വിജയ ശ്രീലാളിതനായി ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോരാണ്. അവിടുന്ന് ചൊല്ലിയ മന്ത്രം ഹസ്ബി അല്ലാഹ്, പടച്ചവനെ മുറുകെ പിടിച്ചു, പടച്ചവന്റെ രക്ഷ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായി. അതോടുകൂടി ആ സംഘം, ആ വിഭാഗം അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അഗ്നികുണ്ഡം തീർക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത് പവിത്രമായ മുഹറമിന്റെ 10-നാണ് എന്ന് ചരിത്രം കാണും. ഖലീലുള്ളാഹ് അല്ലാഹു തആല വലിയ അത്ഭുതകരമായ രക്ഷ കൊടുത്ത ദിവസവും മാസവും അതാണ് മുഹറം 10 എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, അടുത്ത റബ്ബ് ധാരാളം അംബിയാ മുർസലീങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം ഈ മാസത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി, ഇപ്പോഴത്തെ ലിബറൽ ചിന്താഗതി ചെറുപ്പക്കാരിലൊക്കെ വർദ്ധിച്ചു വരികയാണ്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ നമ്മൾ കാണുന്ന പ്രകൃതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുക, സ്വിച്ച് ഇട്ടാൽ മോട്ടോർ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ, പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കേണ്ടത് ഏത് പ്രകൃതി പ്രതിഭാസമാണെങ്കിലും അതിലൊക്കെ റബ്ബിന്റെ ടച്ചപ്പില്ലാത്ത ഒരു സംഗതി ലോകത്തില്ല. ഓരോ സെക്കൻഡിലും റബ്ബിന്റെ ആ ഒരു തീരുമാനവും റബ്ബിന്റെ വേണ്ടുകയും അള്ളാന്റെ ഇറാദത്ത് എന്ന് പറയും. ഈ ഇറാദത്ത് എന്തിനോടും ബന്ധിക്കണം, അപ്പോഴേ കാര്യങ്ങൾ ചലിക്കുള്ളൂ. അപ്പൊ നമ്മൾ പറയും സ്വാഭാവികമായിട്ടും തീയിൽ ഒരു സാധനം ഇട്ടാൽ അത് കരിയും, അതതിന്റെ പ്രകൃതിയാണ്. തീക്ക് ചൂടാണുള്ളത്. പക്ഷെ ആ തീ ചൂട് അതിന്റെ പ്രകൃതി അങ്ങനെ ആയിട്ടും ഖലീലുള്ളാഹിയെ ആ തീയിലിട്ടിട്ട് എന്തുകൊണ്ടാണ് ഒരു രോമം പോലും കരിയാതിരുന്നത്? റബ്ബിന്റെ ഇറാദത്ത് ബന്ധിച്ചാലേ അത് നടക്കുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് സൂറത്തുൽ അംബിയാന്റെ 70-ാമത്തെ ആയത്ത്. നമ്മൾ തീയിനോട് പറഞ്ഞു, തീയെ നീ കരിക്കരുത്, നിന്റെ പ്രകൃതി ചൂടാണെങ്കിലും ഇപ്പോൾ നീ ചൂട് പ്രകടിപ്പിക്കരുത്, നീ ബർദൻ, നീ തണുപ്പാകണം, പോരാ സലാമൻ, രക്ഷയുമാകണം അല ഇബ്രാഹിം. കണ്ടോ? അപ്പൊ ഈ പ്രകൃതിക്കൊക്കെ റബ്ബിന്റെ ഖുദറത്ത് ഇറാദത്തുമായി ബന്ധമുണ്ട്. ആ ബന്ധം ഉണ്ടെങ്കിലേ ആ ഖുദറത്ത് ഇറാദത്ത് കൊണ്ട് ആണ് ലോകത്ത് എന്തും നടക്കുന്നത്, ഏത് പ്രകൃതി. അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞത് സ്വന്തമായി വേറിട്ടെന്നിട്ടൊന്നും ഉണ്ടാകുന്ന സംഗതിയല്ല. അതിലൊക്കെ അള്ളാഹുവിന്റെ ഇറാദത്തും ഖുദറത്തും ഒക്കെ അതിൽ ബന്ധപ്പെടണം. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യന്റെ പ്രകൃതിയാണ് സംസാരം, മനുഷ്യന്റെ മാത്രം സ്വഭാവമാണ് സംസാരം. പക്ഷെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ വേണ്ടുക കൂടി ബന്ധിക്കുന്നത് കൊണ്ടാണ് അവന്റെ സംസാരം. അല്ലാതിരുന്നാൽ കഴിവുകൾക്ക് യാതൊരു കുറവുമില്ല എന്നിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് സംസാരം സ്റ്റക്കാകുന്നത് ആയി പോകുന്നത് കാണാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് കാണാം. അതെന്താ? ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രകൃതിപരമായിട്ടുള്ള ആ ഒരു കഴിവ് റബ്ബ് കൊടുക്കുന്ന ആ റബ്ബുമായിട്ടുള്ള ടച്ചപ്പ് അള്ളാന്റെ ഇറാദത്ത് ക്യാൻസൽ ചെയ്യപ്പെടുമ്പോഴാണ് അതില്ലാതെ ആവുന്നത്. അപ്പൊ തീക്ക് പൊതുവെ കരിക്കുന്ന പ്രകൃതമാണെങ്കിലും അത് റബ്ബ് ഓരോ സെക്കൻഡിലും കൊടുക്കുന്ന കഴിവാണ്. അത് എപ്പോഴാണോ റബ്ബ് വേണ്ടാന്ന് വെച്ചാൽ അപ്പൊ അതില്ലാതെയാകും എന്നുള്ള വലിയൊരു ദൃഷ്ടാന്തം കൂടി ഈ ചരിത്രത്തിലുണ്ട്. അല്ലാഹു തആല ഖലീലുള്ളാഹിയുടെ ദറജയെ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഉമ്മത്തികൾക്കെല്ലാം മാതൃകയായ മനുഷ്യനായി അല്ലാഹു പ്രഖ്യാപിക്കുകയും അവസാന നബിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അവിടുത്തെ അനുധാപനം ചെയ്ത് ജീവിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള അത്രയും പരമോന്നതരായിട്ടുള്ള പ്രവാചകരാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ മഹാനുഭാവന്റെ ദർജ അല്ലാഹു ഉയർത്തുകയും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കുകയും നാളെ മഹ്ശറിൽ അതുപോലുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ മഹത്തുക്കളോടൊപ്പം ഒരുമിച്ച് കൂടി സന്തോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ അല്ലാഹ്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.